അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ഫഅക്സിറു അലയ്യ മിനസ്വല, നിങ്ങൾ അന്ന് എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറഞ്ഞത് ഫൈന്ന സ്വലാത്തക്കും മഅറൂദത്തുൻ അലയ്യ, കാരണം നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകളൊക്കെ എനിക്ക് അത് കാണിച്ചു തരും, എൻ്റെ മേൽ അത് പ്രദർശിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരിച്ചു ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, കൈഫ തുഅറദു സലാത്തുന അലൈക, നബിയെ ഞങ്ങളുടെ സലാത്തിന് എങ്ങനെയാണ് അങ്ങയുടെ മേൽ അതിങ്ങനെ പ്രദർശിപ്പിക്കപ്പെടുക? വഖദ് അരിംത, നബി അങ്ങ് വഫാത്തായി, അങ്ങ് മണ്ണോട് ചേർന്നിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇന്നല്ലാഹ അലൽ അർളി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിട്ടുള്ള അജ്സാദൽ അംബിയ, നബിമാരുടെ ശരീരത്തെ ഭൂമിക്ക് അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ ശരീരം ഭൂമിയിൽ ഖബറടക്കം ചെയ്താലും അവരുടെ ശരീരത്തിന് മണ്ണിന് ആ ശരീരങ്ങളെ രൂപമാറ്റം വരുത്താൻ അല്ലെങ്കിൽ മണ്ണിന് തിന്നാൻ കഴിയില്ല പ്രവാചകന്മാരുടെ ശരീരമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ പറയുകയാണ്. മാത്രവുമല്ല, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് കൽപ്പനകളും ഒരുപാട് നിർദ്ദേശങ്ങളും നമുക്ക് നൽകുന്നുണ്ട്. അല്ലാഹു തആല ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടി ഖുർആനിലൂടെ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഇബാദത്തുകളിലൊന്നും ആ കൽപ്പനകളിലൊന്നും ഇല്ലാത്തൊരു രീതി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടാണ് സ്വലാത്ത് എന്ന് പറയുന്ന ഒരു മഹത്തായ കർമ്മം നമ്മോട് കൽപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞത് ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹു അവൻ്റെ മലക്കുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നിങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണമെന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹു ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ മലക്കുകൾ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് നമ്മോട് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരേ ഒരു ഇബാദത്ത് പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച അത് അധികരിപ്പിക്കേണ്ടുന്ന ഒരു ദിവസമാണ്. വെള്ളിയാഴ്ച ചെയ്യേണ്ടുന്ന പുണ്യകർമ്മങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി തങ്ങളുടെ പേരിൽ